ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വാക്സിൻസിന് ബേസ് ചെയ്തിട്ടാണ് അല്ലേ. വാക്സിൻസ് ടു പ്രിവെൻറ്റ് വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഡിസീസസ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഡിസീസുകൾ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്സിൻസ് ഏതാണെന്നാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈറൽ ഡിസീസിനെ കുറിച്ചാണ് കേട്ടോ. വൈറൽ ഡിസീസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡിസീസ് എന്ന് പറയുമ്പം ചിക്കൻ പോക്സ് ആണെങ്കിൽ അതിന് ഏത് വാക്സിനാണ് ഉപയോഗിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. അറ്റന്യൂറ്റഡ് ഓക്കാസ് സ്ട്രെയിൻ അല്ലെങ്കിൽ വെരിവാക്സ്. സാധാരണ വെരിവാക്സ് ആണ് ഓപ്ഷൻസിൽ തരാറ്, അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ചിക്കൻ പോക്സ്, വെരിവാക്സ്, വെരി ചിക്കൻ പോക്സ് അല്ലേ, അങ്ങനെ ഓർത്തോളൂ. വെരി ചിക്കൻ പോക്സ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുമ്പോൾ ഹാവ്രിക്സ് ആണ്. എച്ച് എ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുമ്പോൾ HAVRIX ഹാവ്രിക്സ്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, അതിൻ്റെ വാക്സിൻ്റെ പേരിൽ ആദ്യത്തെ അക്ഷരം H ആണെന്നും രണ്ടാമത്തെ അക്ഷരം A ആണെന്നും. ഹാവ്രിക്സ്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ അവിടെ വരുമ്പോൾ എൻജറിക്സ് ബി, റീകോംബി വാക്സ്, അതൊക്കെ വരും. ഹെപ്പറ്റൈറ്റിസ് ബിയും എയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. HB ആണ്. HB ആകുമ്പോൾ ഏതാ വരുന്നത്? എൻജറിക്സ് ബി വരും, റീകോംബി വാക്സ് HB വരും. പിന്നെ മീസിൽസ്, മംസ്, റുബെല്ല എന്ന് പറയുമ്പോൾ MMR. നമുക്കറിയാവുന്ന കാര്യമാണ്, ചെറുതിലേ എല്ലാവർക്കും എടുക്കുന്ന വാക്സിനാണ് MMR. ഏത് അസുഖങ്ങൾക്കാണ് പലർക്കും ഓർമ്മയുണ്ടാവില്ല, ഒന്ന് ഓർത്ത് വെച്ചോളൂ. മീസിൽസ്, മംസ്, റുബെല്ല. ഒരു തവണ ക്വസ്റ്റ്യൻ കണ്ടിരുന്ന MMR വാക്സിന് ഏതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരെണ്ണം തെറ്റിച്ച് അവർ തരും, രണ്ടെണ്ണം ശരിയാവും. നമുക്ക് ആകെ സംശയമാവും ഓപ്ഷൻ കാണുമ്പോൾ, അപ്പോൾ ശ്രദ്ധിക്കുക. പോളിയോ മൈലിറ്റിസ് എന്ന് പറയുമ്പോൾ ഓറൽ പോളിയോ മൈലിറ്റിസ് വാക്സിനാണ് OPV. അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ OPV, ഇത് പേരിൽ തന്നെ ഉണ്ട് പോളിയോ എന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. റാബീസ് ആണെങ്കിൽ ഇനാക്ടിവേറ്റഡ് വൈറസ് ആണ്. സ്മോൾ പോക്സിനാണെങ്കിൽ ലൈവ് അറ്റന്യൂറ്റഡ് വാക്സീനിയ വൈറസ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ ആന്ത്രാക്സിനാണെങ്കിൽ ബി ആന്ത്രാസിസ്. ഓർത്ത് വയ്ക്കുക, എക്സ്ട്രാ സെല്ലുലാർ കമ്പോണൻസ് ഓഫ് അൺഎൻകാപ്സുലേറ്റഡ് ബി ആന്ത്രാസിസ്. കോളറ ആണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് വിബ്രിയോ കോളറ. അങ്ങനത്തെ പേരുകളല്ല, എക്സാക്റ്റ് പേരുള്ളതായിരിക്കും എപ്പോഴും ചോദിക്കുക. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു പെർട്ടൂസിസ് എന്ന് പറയുന്ന വൂപ്പിംഗ് കഫ് ആണ്, ഉണ്ടാക്കുന്ന ആളുടെ പേര് നമ്മൾ പറഞ്ഞു അല്ലേ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഇതിൽ വരുന്നത് ബോർഡെല്ല പെർട്ടൂസിസ്, അതുപോലെ ഡിഫ്തീരിയ ടെക്സോയിഡ് കിൽഡ്. അപ്പോൾ ഓരോ വാക്സിൻ ഉണ്ട്. ഡിഫ്തീരിയ ആണെങ്കിൽ ഡിഫ്തീരിയ ടെക്സോയിഡ്, ടെറ്റനസ് ആണെങ്കിൽ ടെറ്റനസ് ടെക്സോയിഡ്. വാക്സിൻ്റെ പേരാണ് കേട്ടോ, DPT വാക്സിൻ എന്ന് പറയും. ഓക്കെ, ടെറ്റനസ് ടോക്സോയിഡ്. പിന്നെ പെർട്ടൂസിസിനാണെങ്കിൽ DTAP. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ, അതിൽ വരുന്നത് പോളിസാക്രൈഡ്സ് സെറോടൈപ്പ് ACYW135. അപ്പോൾ ഓർത്ത് വയ്ക്കുക കേട്ടോ, മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ. പ്ലേഗ് വരുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് യേഴ്സീനിയ പെസ്റ്റിസ്. ദെൻ ന്യൂമോകോക്കൽ ന്യൂമോണിയ ആണെങ്കിലോ പ്യൂരിഫൈഡ് എസ് ന്യൂമോണിയ പോളിസാക്രൈഡ് ഓഫ് 23 ന്യൂമോകോക്കൽ ടൈപ്സ്. ക്യൂ ഫീവർ ആണെങ്കിൽ ഇനാക്ടിവേറ്റഡ് കോക്സിയല്ല ബേർണറ്റീസ്. ഇനാക്ടിവേറ്റഡ്, ഇത് കോക്സിയല്ല ബേർണറ്റി എന്ന് പറയുന്നത് ഓർഗാനിസമാണ്, അതിന് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ ട്യൂബർകുലോസിസ്, അറ്റന്യൂറ്റഡ് മൈക്കോബാക്ടീരിയം ബോവിസ്. BCG വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്യൂബർകുലോസിസിനാണ് നമ്മൾ BCG വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരെണ്ണമാണ് ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്, BCG വാക്സിൻ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അതൊന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞ ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ് A, B, MMR, ദെൻ OPV, ദെൻ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യന് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും പഠിച്ചോളൂ. ഇനി നമ്മുടെ കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വാക്സിൻ ഈസ് എഫക്റ്റീവ് അഗൈൻസ്റ്റ് ടെറ്റനസ്, എ ഡിസീസ് കോസ്ഡ് ബൈ ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ടെറ്റനസ്. അതിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ഏതാണ്? ഓപ്ഷൻസ്: MMR വാക്സിൻ, DTAP വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, പോളിയോ വാക്സിൻ. ഈസി ആയിട്ട് പറയാൻ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്, DTAP വാക്സിനാണ് നമ്മുടെ ആൻസർ. മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ബാക്ടീരിയൽ പാത്തജൻ ഈസ് ടാർഗറ്റഡ് ബൈ ദ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ഓർ PCV? ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ഏത് ബാക്ടീരിയൽ പാത്തജനെ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആരെ കില്ല് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ: സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, നെസേറിയ മെനിഞ്ചിറ്റിഡിസ്,
ബോർഡേറ്റെല്ല പെർട്ടൂസിസ്. കറക്റ്റ് ആൻസർ പേര് കേട്ടാലേ അറിഞ്ഞൂടെ മക്കളെ, ന്യൂമോകോക്കലാണ്. അപ്പം ന്യൂമോണിയ അല്ലേ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട. അപ്പം നേരത്തെ കേസിൽ എന്തായിരുന്നു, ടെറ്റനി, ടെറ്റനസ് അറിയാലോ, കണ്ട. അപ്പോൾ ഒരു ടി ഈ ഇവിടെയും വരുന്നുണ്ട്, DT. അപ്പോൾ ടെറ്റനസിൻ്റെ വാക്സിനകത്തും ഒരു ടി വരുന്നുണ്ട്. അവർ ടി ഫാമിലിയാണെന്ന് ഓർത്താൽ മതി. ഇനി മറ്റുള്ള ഓപ്ഷനിലൊന്നും അത് വരുന്നില്ല. ഹെപ്പറ്റൈറ്റിസ് പോട്ടെ, ഇത് നമുക്ക് വലുതാക്കിയിട്ട് ക്യാപിറ്റലിലാണ് ടി എഴുതിയിട്ടുള്ളത് കേട്ടോ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. ഈ ഓപ്ഷനിലൊന്നും അത് വരുന്നില്ല. ഇവിടെ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ സ്മോൾ ലെറ്റർ, അതൊന്നും നോക്കണ്ട. ഇതാണ് നമ്മുടെ സംഭവം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which vaccine prevents infection by Neisseria meningitidis, a common cause of bacterial meningitis? Options: meningococcal vaccine, varicella vaccine, rotavirus vaccine, pneumococcal vaccine. ക്വസ്റ്റ്യൻ എന്താണ്, ഏത് വാക്സിനാണ് ഈ നെസേറിയ മെനിഞ്ചിറ്റിഡിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നത് അല്ലേ? എ കോമൺ കോസ് ഓഫ് ബാക്ടീരിയൽ മെനിഞ്ചിറ്റിസ്. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരുന്നത്? പേര് കേട്ടാലേ അറിയാം മെനിഞ്ചോകോക്കൽ വാക്സിൻ ആണെന്ന്, പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, next question. Which bacterial infection is targeted by the anthrax vaccine? Options: Bacillus cereus, Bacillus anthracis, Clostridium botulinum, Yersinia pestis. ഈസി ആയിട്ട് പറഞ്ഞൂടെ, ആന്ത്രാസ് എന്ന് പറയുമ്പോൾ ആന്ത്രാസിസ് അല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടൈഫോയിഡ് വാക്സിൻ പ്രൈമർലി ടാർഗറ്റ്സ് വിച്ച് ബാക്ടീരിയൽ പാത്തജൻ? ഓപ്ഷൻ: സാൽമണല്ല ടൈഫി, വിബ്രിയോ കോളറെ, എസ്റ്ററീഷ്യ കോളൈ, ഷിഗല്ല, ഡിസെൻറ്റേറിയ. അല്ലേ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ടൈഫോയിഡ് വാക്സിനാണ്. അതിനെ ടൈഫോയിഡ് വാക്സിൻ പ്രൈമർലി ടാർഗറ്റ്സ് വിച്ച് ബാക്ടീരിയൽ പാത്തജൻ? ഏത് ബാക്ടീരിയൽ പാത്തജൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ പ്രത്യേകിച്ച് പഠിക്കണം മക്കളെ, ഒരിക്കലും ഇല്ല. ടൈഫോയിഡ്, ടൈഫി, കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്, സാൽമണല്ല ടൈഫി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ബാക്ടീരിയൽ പാത്തജൻ ഈസ് ടാർഗറ്റഡ് ബൈ ദ വാക്സിൻ കോമൺലി നോൺ ആസ് ദ TDAP വാക്സിൻ അല്ലെങ്കിൽ TDAP വാക്സിൻ? ഓപ്ഷൻസ്: കൊറിൻ ബാക്ടീരിയം, ഡിഫ്തീരിയ, ബോർഡെറ്റെല്ല, പെർട്ടൂസിസ്, ക്ലോസ്ട്രീഡിയം, ടെറ്റനി, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? TDAP എന്ന് പറയുന്ന വാക്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വാക്സിൻ ഏത് ബാക്ടീരിയൽ പാത്തജനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ബോർഡേറ്റെല്ല പെർട്ടൂസിസ് ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ബോർഡാപ്പ് അങ്ങനെ പഠിച്ചാൽ മതി, ബോർഡാപ്പ് അല്ലേ? TDAP മാറ്റി നമ്മൾ ബോർഡാപ്പ് ആക്കി. ഓക്കെ, അപ്പോൾ ഇത് മാർക്കില്ല, ബോർഡാപ്പ് എന്ന് ഓർത്താൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വാക്സിൻ ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ ബൈ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി? ഏത് വാക്സിനാണ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന? ഇൻഫെക്ഷൻ ആരുണ്ടാക്കുന്ന? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ഉണ്ടാക്കുന്നത്. അപ്പോൾ വാക്സിൻ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഹിബ് വാക്സിൻ, വെരിസെല്ല വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ, യെല്ലോ ഫീവർ വാക്സിൻ. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? പേര് കേട്ടാലേ അറിയാം, പഠിക്കണോ വേണ്ട? ഹിബ് വാക്സിൻ ആണ് അല്ലേ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ഹീമോഫിലസിൻ്റെ H, ഇൻഫ്ലുവൻസഡ് I, ടൈപ്പ് ബി, ഹിബ് വാക്സിൻ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വാക്സിൻ പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ ബൈ വിബ്രിയോ കോളറ, ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് കോളറ? കോളറയുടെ കോസേറ്റീവ് ഏജന്റ് ആയിട്ടുള്ള വിബ്രിയോ കോളറ എന്ന മഹാന് എതിരായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഏതാണ്? ഓപ്ഷൻസ്: കോളറ വാക്സിൻ, റോട്ടാവൈറസ് വാക്സിൻ, MMR വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഏതായിരിക്കും? നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാവുന്നൊരു കാര്യമാണ്. ഏതാണ്? പേരിൽ തന്നെ ഉണ്ട് അല്ലേ, കോളറ വാക്സിനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പോഴേ പഠിച്ചില്ലേ, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ഓരോരോ മനസ്സിൽ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. Which bacterial pathogen is targeted by the pertussis component of the DTaP vaccine? Options: Bordetella pertussis, Streptococcus pyogenes, Mycobacterium tuberculosis, Clostridium difficile. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് ബാക്ടീരിയൽ പാത്തജനാണ് ആ പാത്തജനെ ടാർഗറ്റഡ് ബൈ ദ പെർട്ടൂസിസ് കമ്പോണൻറ്റ് ഓഫ് ദ DTaP വാക്സിൻ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? DTaP ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് DTaP ട്യൂബർക്കുലോസിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടി വരുന്നു അല്ലേ. ഇവിടെ ഏതാ ആൻസർ? ഏത് ബാക്ടീരിയൽ പാത്തജൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇവിടെ ട്യൂബർക്കുലോസിസ് ഒന്നും ഇല്ല, അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത്. ബോർഡേറ്റെല്ല പെർട്ടൂസിസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ DTaP വാക്സിൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, പെർട്ടൂസിസ് കമ്പോണൻറ്റ് ഓഫ് എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെർട്ടൂസിസ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞൂടെ ബോർഡേറ്റെല്ല പെർട്ടൂസിസ് ആണെന്ന്.
ഓക്കെ, അപ്പോൾ ഇവിടെ ട്യൂബർക്ലോസിസ് അല്ല, അത് ഓർക്കുക കേട്ടോ. ഇതിൽ ട്യൂബർക്ലോസിസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പെർട്ടൂസിസ് കമ്പോണൻറ്റ് ഓഫ് ദ DTAP വാക്സിൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബോർഡേറ്റല്ല പെർട്ടൂസിസ് ആണ്, ട്യൂബർക്ലോസിസ് അല്ല. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് വാക്സിൻ ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദ ഇൻഫെക്ഷൻ ബൈ ദ ബാക്ടീരിയം ദാറ്റ് കോസസ് ലൈം ഡിസീസ്? ഈ ലൈം ഡിസീസിന് വേണ്ടിയിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏത് വാക്സിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ: ലൈം ഡിസീസ് വാക്സിൻ, മെനിഞ്ചോകോക്കൽ വാക്സിൻ, വെർസെല്ല വാക്സിൻ, ദർ ഇസ് നോ വാക്സിൻ കറൻ്റ്ലി അവൈലബിൾ. അപ്പോൾ നമ്മൾ എന്ത് കാണും? ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓടി ചെന്നിട്ട് ഇതങ്ങ് മാർക്ക് ചെയ്യും. ഇതാണ് ടിക്ക് എന്ന് പറയും. പക്ഷേ മൊത്തം തെറ്റാണ്. ഇതിന് തൽക്കാലത്തിന് വാക്സിൻ അവൈലബിൾ അല്ല. ദർ ഇസ് നോ വാക്സിൻ കറൻ്റ്ലി അവൈലബിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. കുറച്ചധികം വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് എമർജൻസി ആയിട്ട് വന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക, എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൺഡേ ആണ് നമ്മുടെ 29th എക്സാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല ഈസി ആവട്ടെ, പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടാവട്ടെ, ലിസ്റ്റിൽ വരാനും ജോലി ലഭിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.